ഹലോ ഹായ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 24.5 സെൻറ്റ് സ്ഥലത്തിൽ അതിമനോഹരമായിട്ടുള്ളൊരു വീട് പാലാ രാമപുരത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് തോമസ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റിംഗ് ഫേമാണ്. അവർക്ക് ഡിസൈൻ ഡിവിഷനുണ്ട്. ഞാൻ ഇന്ന് സൈറ്റിലാണ് നിൽക്കുന്നത്. വിശദമായ വിവരങ്ങൾ അവരുടെ പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ടുള്ള ജിനി ഞങ്ങളുടെ കൂടെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. യെസ് ജിനി, ഹായ്. ഹായ്. നമ്മൾ ഈ വീടിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളെന്ന് പറയാമോ? ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജ്, അതുപോലെ എത്ര സമയം എടുത്തു ഇത് തീർക്കാൻ വേണ്ടിയിട്ട്, അവരുടെ കസ്റ്റമറുമായിട്ട് എങ്ങനെയാണ് ഇത് കോർഡിനേഷൻ ചെയ്യുന്നത് പറയാമോ? ബേസിക്കലി ഇത് റെക്ടാങ്കുലർ പ്ലോട്ടാണ്. അപ്പം അതിന് ചേർന്ന ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തത്. അപ്പം ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നതും. പിന്നെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് 4 BHK ആയിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. അതേപോലെ തന്നെ അവർക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഫാമിലി ആൻഡ് ഫോമൽ ലിവിങ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ചേരുന്നൊരു ഡിസൈൻ, അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പാഷ്യോ സ്പേസ്, അപ്പോൾ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് 3500 സ്ക്വയർ ഫീറ്റ് നമ്മൾ. അതുപോലെ എന്നെ അട്രാക്ട് ചെയ്ത കാര്യം ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ പറഞ്ഞ സിറ്റി ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിൽ പോലും. പിന്നെ അതുപോലെ തന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന തീർന്ന ടൈം സ്പാൻ എന്നെ എടുത്തു, എത്ര സമയം കൊണ്ട് തീർന്നു? ഓൾമോസ്റ്റ് 2 years നമുക്ക് ഉണ്ടായിരുന്നു. കസ്റ്റമർക്ക് ആ സമയം കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓരോ സ്റ്റേജും വളരെയധികം കെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. റഷ് ചെയ്ത് തീർക്കുമ്പോഴത്തേനും അതിൻ്റെ അനുസരിച്ച് അത് ബിൽഡിങ്ങിന് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് വളരെയധികം ടൈം എടുത്തായാലും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എല്ലാം ചെയ്ത്. ഉപയോഗിച്ചിരിക്കുന്ന തടികൾ ടീക്കൂഡുകളാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാം ടീക്കൂഡാണ്. അതെ, എന്നിട്ട് വുഡൻ പോളിഷിംഗ് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നു. എല്ലാം ടീക്കൂഡിലാണ്. താഴെ എത്ര ബെഡ്റൂം ഉള്ളത്? താഴെ 2 ബെഡ്റൂം. 2 ബെഡ്റൂം അല്ലേ? എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഓഫീസ് സ്പേസ് സാറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫീസ് സ്പേസ് നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, അതൊരു ഫോമൽ ലിവിങ്ങും പിന്നെ TV കാണാൻ വേണ്ടി ഒരു ഫാമിലി ലിവിങ്ങും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഇപ്പം എല്ലാവരും ഒരു അങ്ങനെ ഒരു വെറൈറ്റി കോമ്പിനേഷനാണ്. അതെ, വുഡൻ പാനൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിപ്സത്തിനകത്ത് തന്നെ വുഡൻ പാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഓഫീസ് സ്പേസ്. അതെ, ക്ലയന്റ് പുറത്തായതുകൊണ്ട് പുള്ളി നാട്ടിൽ വന്നു കഴിഞ്ഞാലും ചെയ്യേണ്ട വർക്കൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് അത് പുള്ളിക്കൊരു സ്പേസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനനുസരിച്ചൊരു സ്പേസും ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കിച്ചണിലേക്ക് കിടക്കാം അല്ലേ? ഇതിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു ഇന്ത്യൻ പരിപാടി നാളെ ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇവിടെ ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് അതിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടോൾ ആയിട്ടുള്ളൊരു ക്യാബിനറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ബാസ്ക്കറ്റ് വെക്കുന്നത്. നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒനിയൻ അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് നോർമലി എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കിച്ചൺ കബോർഡ്സിന് സെറ്റിങ്സ്, പിന്നെ ഒരു ഹുഡ് ആൻഡ് ഹോബ് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ, അതേപോലെ തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് സ്പേഷ്യസ് ആയിട്ട്. കുറച്ച് വർക്ക് അവിടെയും ചെയ്തിട്ട് ആലുവ അടുപ്പും അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായിട്ടൊരു പാഷയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനത് ഓപ്പണാക്കി കഴിയുമ്പം ഒരു ഡോർ വന്നിട്ട് വളരെ മനോഹരമായിട്ടൊരു പാഷ. ഇതിനകത്ത് മുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. 12 mm ഗ്ലാസ് ഇട്ടിരിക്കുക, സ്ട്രക്ചർ ചെയ്തു, ഇരുമ്പ് പൈപ്പ് കൊണ്ട് സ്ട്രക്ചർ ചെയ്തു. അതുപോലെ തന്നെ കാറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിരിക്കുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഗില്ലിട്ട് മറച്ചിരിക്കുന്നു. വളരെ മനോഹരമാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഓപ്പൺ ഡൈനിങ് അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മനോഹരമായിട്ട് ഇത് സീലിംഗ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സീലിങ്ങിന് വുഡൻ ഒരു സീലിംഗ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ചുറ്റും ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഓടിച്ചിരിക്കുന്നു. അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രത്യേക ഭംഗി വീടുന്നുണ്ട്. അടുത്ത നമുക്ക് റൂമുകളിലേക്ക് നോക്കാം.
അതുപോലെ ഇതൊരു നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ? ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ശരി, വളരെ മനോഹരമായ ഗ്രീൻ തീമാണ്. ഗ്രീൻ തീമാണ്. കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് തീമിലേക്ക് മാറിയിരുന്നത് അല്ലേ? അവർക്ക് താല്പര്യങ്ങളുണ്ടായിരുന്നു അത് വെച്ചിട്ട് അല്ലേ? ഫുൾ ഒരു ഗ്രീൻ തീമില് കട്ടൻസ് ആണല്ലോ എല്ലാം ബെഡിന്റെ എല്ലാം. അതുപോലെ തന്നെ ബോക്സി ടൈപ്പ് ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. പ്രൊജക്ടർ ലാമ്പുകൾ കൊടുത്തിരിക്കുന്നു അല്ലേ? ശരി, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അല്ലേ? സംവിധാനങ്ങൾ അല്ലേ? അപ്പോൾ താഴെ തന്നെ ഒരു കോമൺ വാഷ് ഏരിയ ഉണ്ട്, കോമൺ ടോയ്ലറ്റും ഉണ്ട്. അടുത്ത് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ താഴത്തെ ബെഡ്റൂം പരിചയപ്പെടാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം. ഇതും വളരെ മനോഹരമായിട്ടൊരു തീം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ? ഒരു പർപ്പിൾ അല്ലേ? ഇതും കസ്റ്റമറുടെ താല്പര്യപ്രകാരം തന്നെയാണ്. അതിന് ചേർന്ന ഒരു വാൾപേപ്പറും കൊടുത്തിരിക്കുന്നു, എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജിപ്സം സീലിംഗ് കൊടുത്തിരിക്കുന്നു, ബോക്സി ടൈപ്പ്, ഇതേപോലെ നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും ഉണ്ട്, ഒരു ഡ്രസ്സിംഗ് ഏരിയയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ മേളിലേക്ക് കയറുമ്പോൾ തടിയുടെ റെയിലിങ്ങോട് കൂടിയ ടഫ് ആൻഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലോണം വെട്ടം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് UPVC ചെയ്തിരിക്കുകയാണ്. വിൻഡോ ഫിക്സഡ് ഗ്ലാസ് ആണ്. പിന്നെ മേളിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമ്മളൊരു അപ്പർ ലിവിംഗ് ആണ്. അവിടെ തന്നെ ഒരു TV യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിന്റെ കൂടെ തന്നെ ഒരു അയണിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നേരെ കയറുന്ന നമ്മൾ കിഡ്സ് ബെഡ്റൂം ലൈറ്റ് പിങ്ക് കളറിലെ ഒരു തീമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോൾ സീലിംഗ് ഉണ്ട്, സ്ട്രിപ്പ് ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും. അത് കൂടാതെ ഒരു ഓപ്പൺ ബാൽക്കണി. അതെ അതെ അതെ, നമ്മളൊരു ഓപ്പൺ ബാൽക്കണി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെയറിട്ട് ഇരിക്കാം. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് 12 mm ടഫൻഡ് ഗ്ലാസ് തന്നെയാണ്. നമ്മൾ മേളിൽ ഇരുമ്പിന്റെ പൈപ്പ് ഓടിച്ചിട്ട് അതിന്റെ മേളിലോട്ട് നമ്മൾ സ്ക്വയർ ട്യൂബിൽ MS വർക്കിൽ തന്നെ ടഫൻഡ് ഗ്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന അടുത്ത കിഡ്സ് ബെഡ്റൂം തന്നെയാണിത്. അപ്പോൾ ഇതൊരു ബ്ലൂ തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അതിന് കബോർഡും സ്റ്റഡി ടേബിളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അറ്റാച്ച്ഡ് ബാത്റൂമും യൂഷ്വലി ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഓപ്പൺ ബാൽക്കണി തന്നെയാണ്. മേളത്തെ 2 ബെഡ്റൂമിലും ഒരു ഓപ്പൺ ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ? ഇതിപ്പം ഇങ്ങനെ ഒരു എൽ ഷേപ്പിലല്ലേ? അതെ, എൽ ഷേപ്പിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് കൊടുത്ത് അതെ പിന്നെ ഒരു ബാൽക്കണി സ്പേസ്. അത് പക്ഷേ നോർമലി കാണുന്ന വീടിനെക്കാട്ടിലും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഓപ്പൺ ബാൽക്കണി വന്നിരിക്കുന്നത്. റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയും എല്ലാം ഉണ്ട്. അത് ഇത് നമ്മൾ ടഫൻഡ് ഗ്ലാസ്സിൽ തന്നെ MS ചെയ്തെടുത്തിരിക്കുന്നത്. അതെ അതെ അതെ. ഇതൊരു റെക്ടാംഗിൾ പ്ലോട്ട് അല്ലേ? അതെ, റെക്ടാംഗുലർ 24 സെന്റിൽ ഉള്ള ഒരു റെക്ടാംഗുലർ പ്ലോട്ടാണ്. അതിനനുസരിച്ച് റെക്ടാംഗിൾ ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ വീട് വന്നിരിക്കുന്നത്. ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച്. അതെ, ഇപ്പം കൂടുതലും എല്ലാവർക്കും വീടിനോട് കുറച്ചുകൂടെ മാറി കാർ പോർച്ച് ഇരിക്കുന്നതിനോടാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു ഇതിൽ തന്നെ കുറച്ച് മാറി കൊടുത്തിരിക്കുന്നു. 2 കാറുകൾ പാർക്ക് ചെയ്യാം. 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അതുപോലെ കോമ്പൗണ്ട് വാളുകൾ നിർമ്മിച്ചിരിക്കുന്നു. അതെ, ഫുള്ള് കോമ്പൗണ്ട് വാൾ കെട്ടി ലാൻഡ്സ്കേപ്പും ചെയ്ത്. അതുപോലെ സർവൈലൻസിന് വേണ്ടിയിട്ട് CCTV ക്യാമറകൾ പിടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മതിലിൽ ലേസർ കട്ടിംഗ് ആയിട്ടുള്ള ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഗേറ്റ് കൊടുത്തിരിക്കുന്നു. 12 അടി നീളമുള്ള സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് തോമസ് പ്ലസ് അസോസിയേറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ മണർകാടാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. പിന്നെ നമ്മൾ ഓവറോൾ കോട്ടയത്തെ മോസ്റ്റ് ഓഫ് ദ ഏരിയയിലെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 300+ പ്രൊജക്ട്സോളം നമ്മുടെ കംപ്ലീറ്റഡ് ആണ്. പിന്നെ ഇത് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളിപ്പം ഹൗസ് വാമിങ് ചെയ്ത് നമ്മുടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. രാമപുരം റോഡിലാണ്. അതെ അതെ അതെ. ഈ മനോഹരമായ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ പേര് അഭിനീഷ് എന്നാണ്. ഞാനൊരു ഹോം ഓട്ടോമേഷൻ കൺസൾട്ടൻ്റ് ആണ്, ന്യൂടെക് മീഡിയ സൊല്യൂഷൻ. എനിവേ, താങ്ക് യു.